നമുക്ക് പഹൽഗാൻ ഭീകരാക്രമണവും അതോടനുബന്ധിച്ച് പിന്നീടുണ്ടായ സിന്ദൂർ ഓപ്പറേഷനും ഒക്കെ നമുക്കറിയാം. ഇതിൽ പ്രതിപക്ഷം കുറേ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. പ്രതിപക്ഷത്തിൻ്റെ പ്രധാന ആവശ്യമായിരുന്നു ഒരു പാർലമെൻറ്റിൽ ഒരു സംയുക്ത സമ്മേളനം വിളിക്കണം എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ വർഷകാല സമ്മേളനത്തിൽ അത്തരമൊരു നീക്കം ഉണ്ടാവുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടിയിട്ടുണ്ട്. നമ്മുടെ സംയുക്ത സൈനിക മേധാവി കഴിഞ്ഞ ദിവസം സിംഗപ്പൂരിലൊരു വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ പ്രധാന കാര്യങ്ങളാണ്. അതിലൊന്ന് നമ്മുടെ യുദ്ധവിമാനം നഷ്ടമായോ എന്നുള്ള അങ്ങനൊരു ചർച്ചകൾ യുദ്ധസമയത്ത് കേട്ടിരുന്നു. അത് നഷ്ടപ്പെട്ടു എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യമാണ് അടുത്തായിട്ട് സംസാരിക്കുന്നത്. അജിംസ വാർത്താ സമ്മേളനം, അതിന് പിന്നാലെ ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളടക്കം വീണ്ടും പാർലമെൻറ്റ് സമ്മേളനം വിളിക്കണം, പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചിരുന്നു. ശരിക്കും സർക്കാർ ഇത്തരം ചോദ്യങ്ങളെ സഭയിൽ നേരിടാൻ തയ്യാറായോ? അത് ഉത്തരം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ രണ്ട് രീതിയിൽ നമ്മളതിനെ കാണണം. ഒന്ന്, നമ്മുടെ ഒരു രാജ്യം എന്ന നിലയിൽ നമ്മളൊരു ഡിപ്ലോമാറ്റിക് മിഷൻ നടത്തുന്നുണ്ട്. ഇപ്പോൾ 10-60 ജനപ്രതിനിധികൾ, രണ്ട് പക്ഷത്തുനിന്നും ഭരണപക്ഷത്തുനിന്നും പ്രതിപക്ഷത്തുനിന്നുള്ള ജനപ്രതിനിധികൾ ഇപ്പോൾ രാജ്യങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗ്ലോബൽ ഔട്ട്റീച്ചിലൂടെ നമുക്ക് ആവശ്യമായ ഒരു നയതന്ത്ര പിന്തുണ നേടിയെടുക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം. അപ്പോൾ ആ മിഷൻ, ആ ദൗത്യം എത്രമാത്രം വിജയകരമാണ് എന്ന് പരിശോധിക്കുക. അപ്പോൾ നമുക്ക് വലിയ സ്വീകാര്യത, നമ്മൾ ഭീകരതയ്ക്കെതിരെ നമ്മൾ സ്വീകരിക്കുന്ന നിലപാടിന് വലിയ സ്വീകാര്യത ഗ്ലോബലി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ജർമ്മനി പോലുള്ളൊരു രാജ്യം ഇന്ത്യക്ക് സ്വയം പ്രതിരോധത്തിനുള്ള ഇന്ത്യയുടെ അവകാശത്തെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നു. UAE ഇന്ത്യയെ പൂർണ്ണമായും പിന്തുണച്ച് സംസാരിക്കുന്നു. അങ്ങനെ നമുക്ക് ഈ ചെന്ന ഇടങ്ങളിലെല്ലാം ആ അർത്ഥത്തിലുള്ളൊരു സ്വീകരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. പക്ഷേ വേറെ ചില തടസ്സങ്ങൾ നയതന്ത്ര തലത്തിൽ നമുക്കുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, പാകിസ്ഥാൻ അനുകൂലമായ പരസ്യ നിലപാട് സ്വീകരിച്ച രണ്ട് രാജ്യങ്ങളുണ്ട്. ഒന്ന് ചൈനയും തുർക്കിയും. അപ്പോൾ ഈ ചൈന എന്ന് പറയുന്നത് UN സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു സ്ഥിരാംഗമാണ്. അപ്പോൾ UN സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു സ്ഥിരാംഗം പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യുകയാണ്, ഡിപ്ലോമാറ്റിക്കലി ആൻഡ് എക്കണോമിക്കലി, പിന്നെ സൈനികമായും ആ പിന്തുണ അവർക്കുണ്ട്. അതൊരു നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു ഡിപ്ലോമാറ്റിക് മിഷനുള്ള ഒരു തടസ്സമാണ്. മറ്റൊരു കാര്യം അമേരിക്കയാണ്. അമേരിക്ക സ്വീകരിച്ച നിലപാട്, ഒരു രാജ്യം എന്ന നിലയിലും അടുത്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സ്വീകരിച്ചൊരു നിലപാട് എങ്ങനെയാണ്? ഒരു ന്യൂട്രൽ പൊസിഷനാണ് അദ്ദേഹം എടുത്തത്. ഇന്ത്യക്കെതിരെയല്ല, പാകിസ്ഥാനെതിരെയല്ല, ഗൈസ് നിങ്ങൾ വെടിനിർത്തൂ എന്ന് പറയുക മാത്രമല്ല, ആ വെടിനിർത്തൂ എന്ന് ആഹ്വാനം ചെയ്യുന്നതിലൂടെ കശ്മീർ എന്നൊരു വിഷയത്തെ അദ്ദേഹം അന്താരാഷ്ട്രവൽക്കരിക്കുകയും ചെയ്തു. അത് നമുക്ക് നയതന്ത്രമായൊരു തിരിച്ചടി തന്നെയാണ്. ഒരു പക്ഷേ നമ്മുടെ ഡിപ്ലോമാറ്റുകളോ ഭരണകൂടമോ അത് അംഗീകരിച്ചില്ലെങ്കിൽ പോലും ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവിൽ അത് നമുക്ക് തിരിച്ചടി തന്നെയാണ്. അത് തന്നെയാണ് പ്രതിപക്ഷം ഇവിടെ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം. മറ്റൊരു കാര്യം, ഈ ഗ്ലോബൽ ഔട്ട്റീച്ച് നടത്തുമ്പോൾ പോലും ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ സ്ഥിരം സഖ്യകക്ഷികളുണ്ട്. ഇപ്പോൾ അസർബൈജാൻ, തുർക്കി, ചൈന, ഈ രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഇന്ത്യയോട് കാര്യമായ അനുഭാവം കാണിച്ചിട്ടില്ല കാര്യത്തിൽ. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അത് മറ്റൊരു കാര്യം. വേറൊരു തടസ്സം, പാകിസ്ഥാൻ നിലവിൽ UN സെക്യൂരിറ്റി കൗൺസിലെ താൽക്കാലിക അംഗമാണ്. UN സെക്യൂരിറ്റി കൗൺസിലെ താൽക്കാലിക അംഗം എന്നൊരു പ്രിവിലേജ്ഡ് പൊസിഷനിൽ ഇരുന്നുകൊണ്ട് അവർ ഇന്ത്യക്കെതിരെ ഡിപ്ലോമാറ്റിക്കലി നീങ്ങിയിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ദ റെസിസ്റ്റൻറ്റ് ഫ്രണ്ട് എന്ന് ഇന്ത്യ ആരോപിക്കുന്ന, ആ ഭീകരപ്രവർത്തനം നടത്തിയ അവരുടെ പേര് UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഒഴിവാക്കി, റെസൊല്യൂഷനിൽ നിന്ന് ആ പേര് ഒഴിവാക്കി. ആ പേര് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ആ പേര് ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ പാകിസ്ഥാൻ കേന്ദ്രമായിട്ടുള്ള ലഷ്കർ-ഇ-തൊയ്ബയുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഭീകര സംഘടനയാണ് എന്ന് ഇന്ത്യക്ക് വരുത്തി തീർക്കാമായിരുന്നു. ഇന്ത്യയുടെ ആരോപണത്തിൽ കൂടുതൽ ശക്തി വരുമായിരുന്നു. പക്ഷേ പാകിസ്ഥാൻ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് എന്ത് ചെയ്തു? ആ TRF എന്നുള്ള പേര് നിന്ന് ഒഴിവാക്കി. അതോടെ എന്തായി? ഏതോ ഭീകരന്മാർക്കെതിരായിട്ടുള്ള ഒരു UN സെക്യൂരിറ്റി കൗൺസിൽ റെസൊല്യൂഷനായിട്ടത് മാറി. അത് നമുക്കൊരു ഡ്രോബാക്ക് ആയിരുന്നു. അപ്പോൾ ഒരു വശത്ത് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഒരു ഗുഡ് വിൽ, അതിൻ്റെ സ്വാധീനം, അതിൻ്റെ ഒരു ക്ലൗട്ട്, അതുപയോഗിച്ച് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ക്ലൗട്ട് ഉപയോഗിച്ച് ഇന്ത്യക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളൊരു ഡിപ്ലോമാറ്റിക് മിഷൻ നമ്മൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളതിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാൻ സിംഗപ്പൂരിൽ വെച്ച് ഒരു പാശ്ചാത്യ മാധ്യമത്തിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഇന്ത്യയിൽ തന്നെ ഡിബേറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യത്തിൽ ഒരു കൺക്ലൂസീവ് എന്ന് തന്നെ പറയാവുന്ന ഒരു പരാമർശം നടത്തുന്നത്. അത് പറഞ്ഞത് പോർവിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ളതല്ല, അവിടെ പറ്റിയ വീഴ്ചകൾ കണ്ടെത്തുകയും തിരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് പ്രാധാന്യം എന്ന് പറയുമ്പോൾ, പാകിസ്ഥാൻ 6 വിമാനങ്ങൾ വീഴ്ത്തിയെന്ന് ആരോപിക്കുന്നു. അത് പച്ചക്കള്ളമാണെന്ന് ഇന്ത്യ പറയുന്നു. പക്ഷേ ഇവിടെ BJPയുടെ നേതാക്കൾ ഉൾപ്പെടെ, BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി പറയുന്നു 5 വിമാനങ്ങൾ വീഴ്ത്തിയെന്ന് പരസ്യമായി പറഞ്ഞു. സുബ്രഹ്മണ്യൻ സ്വാമി ഇവിടെ പറയുന്നു, പരസ്യമായിട്ട് പറയുന്നു 5 വിമാനങ്ങൾ വീഴ്ത്തിയെന്ന്. അത് പ്രതിപക്ഷം പോലും ആരോപിക്കുന്നില്ല കേട്ടോ. 5 വിമാനങ്ങൾ വീഴ്ത്തിയെന്ന് പ്രതിപക്ഷത്തിന് ആരോപണമില്ല. പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് എന്താണ് സംഭവിച്ചതെന്ന് വെളിപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, പാകിസ്ഥാനിൽ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തുമ്പോൾ പാകിസ്ഥാനിൽ പ്രതിപക്ഷ ഭേദമന്യേ അവർ ഒറ്റക്കെട്ടായി ഇന്ത്യയെ ചീത്ത വിളിക്കുന്നു, ഇന്ത്യക്കെതിരെ കുപ്രചാരണങ്ങൾ അഴിച്ചുവിടുന്നു. ഇന്ത്യയിലോ ഭരണകക്ഷിയിൽപ്പെട്ടൊരു നേതാവ് തന്നെ പറയുന്നു പാകിസ്ഥാൻ നമ്മുടെ 5 വിമാനം വീഴ്ത്തിയെന്ന് പറയുന്നു. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യയുടെ സ്റ്റാൻഡിനെ ദുർബലപ്പെടുത്തുന്ന ഒന്നാണ്.
അപ്പോൾ ഇത് സമ്മതിക്കുകയോ സമ്മതിക്കാതിരിക്കുകയോ സംയുക്ത സൈനിക മേധാവി ചെയ്തു എന്നുള്ളതല്ല പ്രശ്നം. അദ്ദേഹത്തിന് പോലും പറയാൻ കഴിയാത്ത ഒരു കാര്യം ഇവിടെ ഇരുന്നൊരു BJP നേതാവ് വിളിച്ചു പറയുകയാണ്. അപ്പോൾ ഇത് നമ്മളൊരു ഡിപ്ലോമാറ്റിക് പൊസിഷനിൽ നമ്മൾ ദുർബലപ്പെടുത്തുന്നുണ്ടോ ഇല്ല എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നു. ഈ ഘട്ടത്തിലാണ് പാർലമെൻറ്റ് സമ്മേളനം വിളിക്കാൻ തീരുമാനമായി എന്ന വാർത്ത വരുന്നത്. ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല. വരുന്ന 16-ാം തീയതി പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനം നടക്കുമെന്ന് പറയുന്നു. പക്ഷേ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പാർലമെൻറ്റ് സമ്മേളനം നടക്കേണ്ടതാണ്. രണ്ട് കാര്യങ്ങളിൽ. ഒന്ന്, നേരത്തെ പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് പാർലമെൻറ്റിൽ മറുപടി വേണം. പാർലമെൻറ്റിൽ പ്രത്യേക സമ്മേളനം നടന്നിട്ട് കാര്യമില്ല, പ്രധാനമന്ത്രിയും വരണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഈ ഡിപ്ലോമാറ്റിക് മിഷൻ്റെ ഔട്ട്കം എന്താണ് അന്ന് ജനങ്ങളോട് പറയണം, പാർലമെൻറ്റിനോട് പറയണം, അതുവഴി ജനങ്ങളോട് പറയണം. ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ ഈ രണ്ട് കാര്യങ്ങളും അടിയന്തരമായി നടക്കേണ്ടതാണ്. എനിക്കിപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഈ തീരുമാനം നടന്നതാണോ, ഉള്ളതാണോ, ഉണ്ടാവുമോ എന്നിപ്പോഴും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷെ അങ്ങനെ ഒരു പാർലമെൻറ്റ് സമ്മേളനം വിളിക്കാൻ ആവശ്യമായ ഒരു സാഹചര്യത്തിലേക്ക് ഒരു സിറ്റുവേഷൻ രൂപപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും സിഗേഷ് ചൂണ്ടിക്കാട്ടിയ ഈ CDSൻ്റെ അഭിമുഖം പുറത്തു വന്നത്. അജിം സർ, ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ച് തന്നെയുള്ള ഇപ്പോൾ ആരോപണമുണ്ട്. അതിനെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ആയുധമാക്കുന്നു BJP എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നിലവിലുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ തന്നെ ഒരു പാർലമെൻറ്റ് സമ്മേളനം വിളിക്കാൻ തയ്യാറായി എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അത്തരത്തിലൊരു നീക്കം എന്തുകൊണ്ടായിരിക്കാം? അല്ല, BJPയെ സംബന്ധിച്ച് പാർലമെൻറ്റ് സെഷൻ വിളിച്ചു ചേർത്ത് ഇനിയിപ്പോൾ അവർക്ക് ഈ കാര്യത്തിൽ ചില കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ടാവും, അല്ലെങ്കിൽ വിശദീകരിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നുണ്ടാവും. കാരണം അവരുടെ കയ്യിൽ മാത്രമല്ല ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വിമാനങ്ങൾ നഷ്ടമായി എന്ന് സമ്മതിക്കുന്നു. എത്ര വിമാനങ്ങളാണ് നഷ്ടമായത് എന്ന് പറയാത്തിടത്തോളം എത്ര വിമാനങ്ങൾ വേണമെങ്കിലും ആരോപണമായി ചൊരിയാൻ കഴിയുന്ന സാഹചര്യമുള്ളൂ. പാകിസ്ഥാൻ 5-6 വിമാനങ്ങൾ തകർത്തു. അതിനകത്ത് തന്നെ 1-2 നമ്മളുടെ ഈ ഫ്രാൻസിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ആധുനിക വിമാനമുണ്ട് എന്ന് പറയുന്നു. സോ അതുകൊണ്ട് വ്യക്തത വരുത്തുന്നത് പ്രധാനമാണ്. അതേസമയം എത്ര വിമാനങ്ങൾ നഷ്ടമായി എന്ന് കൃത്യമായി പറയലൊരു നിർബന്ധിതമായ സാഹചര്യമൊന്നുമല്ല. ഒരു മിലിറ്ററി കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുക നമുക്കുണ്ടായ നഷ്ടം എന്താണെന്ന് അടിവരയിട്ട് ലോകത്തിന് മുഴുവൻ കിട്ടുന്ന ഒരു ഡേറ്റയെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് മിലിറ്ററി പെർസ്പെക്റ്റീവിലും കുറച്ച് ശരിയായ സമീപനമായിരിക്കില്ല. എനിക്ക് തോന്നുന്ന കാര്യം ഒരു സഭ വിളിച്ച് ചേർക്കുമ്പോൾ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിട്ട് വരേണ്ടത് അതുമാത്രമല്ല. കാരണം ഇത് ഓപ്പറേഷൻ സിന്ദൂർ വഴി ഭീകരവാദത്തിൻ്റെ സകല സാധ്യതകളും ഞങ്ങൾ അടച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ സർക്കാരിന് മാത്രം സാധ്യമായ ഒരു കാര്യം, മുൻകാല സർക്കാരുകൾ അതിൽ പരാജയമായിരുന്നു എന്ന രാഷ്ട്രീയ പ്രചരണത്തിന് ഇതിനെടുത്ത് ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു സർക്കാർ. അല്ലെങ്കിൽ സർക്കാർ അതിലാണ് പൂർണ്ണമായും കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ സർക്കാരിനോട് ചോദിക്കേണ്ട മൗലികമായ ചോദ്യങ്ങൾ അവിടെയുണ്ട്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? നിങ്ങൾ ഈ പറയുന്ന അവിടെ ആക്രമണം നടത്തിയ ആളുകൾ എവിടെ? അവരെ ഈ ആക്രമണത്തിലൂടെ പിടിച്ചോ? അവർ പാകിസ്ഥാനിലാണോ? ഉണ്ടെങ്കിൽ അവരെ വിട്ടുകിട്ടാൻ നിങ്ങൾ പാകിസ്ഥാന് മേൽ സമ്മർദ്ദം ചെലുത്തിയോ? ഈ ചോദ്യം ആൻസർ ചെയ്യപ്പെട്ടിട്ടില്ല. രണ്ടാമത്തേത്, പെഹൽഗാമിൽ നമ്മൾ എപ്പോഴും സംസാരിച്ച പോലെ അത്രയും വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ടിൽ എന്തുകൊണ്ട് ഇത്രയും വലിയ സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായി? ഈ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം വന്നിട്ടില്ല. അവിടെ എന്തുകൊണ്ട് IB ഇൻഫർമേഷൻസ് ഒന്നും വന്നില്ല? മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം വന്നിട്ടില്ല. 4, നമ്മളൊരു കൗണ്ടർ അറ്റാക്ക് നടത്തുന്നു. ആ അറ്റാക്കിലൂടെ നമ്മൾ ഭീകര കേന്ദ്രങ്ങൾ തകർക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഭീകര നേതാക്കൾ പലരെയും കൊന്നുവെന്ന് സർക്കാർ പറയുന്നു. ആരെയൊക്കെയാണ് കൊന്നത്? അങ്ങനെ കൊന്നുവെങ്കിൽ അവരുടെ സംഘടനകളെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവരുടെ ആക്രമണശേഷി ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതിനുമേൽ നമ്മൾ ഭീകരവാദത്തിൻ്റെ അടിവേരിറക്കാൻ നമ്മൾ സത്യത്തിൽ ചെയ്ത കാര്യം എന്താണ്? വിശദീകരിക്കപ്പെട്ടിട്ടില്ല. അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊരു അറ്റാക്കിൽ നിൽക്കവേ വളരെ പൊടുന്നനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സീസ് ഫയറിലേക്ക് കടക്കുന്നു. ആ സീസ് ഫയറിലേക്ക് കടക്കാൻ നമ്മളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? നമുക്ക് എന്തെങ്കിലും ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഉപാധിയുടെ അടിസ്ഥാനത്തിലാണോ നമ്മളത് അവസാനിപ്പിച്ചിട്ടുള്ളത്? എങ്കിൽ ആ ഉപാധി എന്താണ്? ഏറ്റവും അവസാനത്തെ കാര്യം, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു കാശ്മീരിലുണ്ടായിട്ടുള്ള ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരിഹാരമുണ്ടാക്കിയത് ഞങ്ങളാണ്. ഇരു രാജ്യങ്ങളും ഞങ്ങളെ വിളിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ അവരെ വിളിച്ചു. അവർ പരിഹാരത്തിന് വളരെ പെട്ടെന്ന് തയ്യാറായി. അത് ശുഭകരമാണെന്ന്. കശ്മീർ വിഷയത്തിൽ മൂന്നാമതൊരു കക്ഷി ഇടപെടിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ പ്രഖ്യാപിത നയമെന്നിരിക്കെ അമേരിക്കൻ പ്രസിഡന്റ് ആവർത്തിച്ച് പറയുന്നു സർക്കാരിൻ്റെ ആളുകൾ പുറത്ത് പ്രസംഗിക്കുന്നു, ഒരാളും ഇടപെട്ടിട്ടില്ല എന്ന്. എങ്കിൽ ലോക്സഭയ്ക്കകത്ത് വന്നുകൊണ്ട് ഔദ്യോഗികമായി പറയൂ ഞങ്ങൾ. അതൊരു രേഖയാണല്ലോ, അത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒന്നാണ്. BJP അതിനെ എന്തുമാത്രം റെസ്പോൺസിബിളായൊരു സ്പേസായി കാണുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ അവിടെ വന്ന് പറയുന്നത് ജനങ്ങളോട് പറയലാണ്. അത് ഉത്തരവാദിത്ത ബോധം ഉണ്ടാവേണ്ട കാര്യമാണ്. അവിടെ വന്നിട്ട് കശ്മീർ വിഷയത്തിൽ അവിടെ ഉണ്ടായിട്ടുള്ള കോൺഫ്ലിക്റ്റിൻ്റെ പേരിൽ അമേരിക്കൻ പ്രസിഡന്റ് ഇടപെട്ടു എന്ന് പറഞ്ഞത് ശരിയല്ല എന്ന് വ്യക്തമായി തെളിയിക്കാൻ, അമേരിക്കയെ തള്ളിപ്പറയാൻ സർക്കാർ തയ്യാറാകുമോ? ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. മറ്റേത് ഓപ്പറേഷൻ സിന്ദൂറിലെ ഞങ്ങൾ ആക്രമിച്ചു, അവരുടെ എല്ലാം തകർത്തു എന്ന് പറയുന്നത് ഓക്കെ. പക്ഷേ മൗലികമായ ചോദ്യങ്ങൾക്ക്, സെക്യൂരിറ്റി ലാപ്സിനെക്കുറിച്ച്, രഹസ്യാന്വേഷണ വീഴ്ചയെക്കുറിച്ച്, ആ ഭീകരവാദികൾ ഇപ്പോഴും എവിടെയാണ് ഒളിച്ച് താമസിക്കുന്നത് എന്നതിനെക്കുറിച്ച്, ഒപ്പം അമേരിക്ക ഇടപെട്ടോ എന്നതുപോലെയുള്ള ചോദ്യങ്ങൾക്ക് നാം ഉത്തരം പറയേണ്ടതുണ്ട്. പിന്നെ നേരത്തെ കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്ന പോലെ കാർഗിൽ ഓപ്പറേഷൻ ശേഷവും നമ്മളൊരു വിദഗ്ധ സമിതിയെ വെച്ചിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു, മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു, അതിൽ പട്ടാള ഓഫീസർമാരുണ്ടായിരുന്നു, അതിൽ APJ അബ്ദുൽ കലാമിനെ പോലുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരെന്താണ് അതിൻ്റെ സാധ്യതകളും ഒപ്പം തന്നെ നമുക്കുണ്ടായിട്ടുള്ള വീഴ്ചകളൊന്നും പരിശോധിച്ചവരാണ്. അങ്ങനെ പരിശോധിക്കാൻ മടി കാണിക്കാതിരുന്ന ഒരു പാരമ്പര്യമാണ് രാജ്യത്തിൻ്റെ. എനിക്ക് ഒന്നും പുറത്തുവിടാൻ കഴിയില്ല, എല്ലാം രാജ്യസുരക്ഷ. റഫാൽ വിമാനത്തിൻ്റെ വില ചോദിച്ചാൽ രാജ്യസുരക്ഷ, നിങ്ങൾ പെഗാസസ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ രാജ്യസുരക്ഷ, നിങ്ങളേതെങ്കിലും ചാനലിനെ നിരോധിച്ചാൽ അത് ചോദിച്ചാൽ രാജ്യസുരക്ഷ. രാജ്യസുരക്ഷ എന്ന ഒറ്റ വാക്കുകൊണ്ട് എല്ലാം മറച്ചു വയ്ക്കാം.
രാഹുൽ ഗാന്ധിയുടെ പാതി പടം, പിന്നെ അപ്പുറത്തെ പാകിസ്ഥാൻ്റെ മിലിറ്ററി ചീഫിൻ്റെ പാതി പടം. ഇങ്ങനെയുള്ള പ്രചാരവേലകൾ കൊണ്ട് ചോദ്യങ്ങളെ മറികടക്കാൻ കഴിയുമെന്നുള്ള ഓവർ കോൺഫിഡൻസിലാണ് സർക്കാരുള്ളത്. പക്ഷേ അതിന് ഉത്തരം പറയാൻ ഗവൺമെൻറ് തയ്യാറായി വരുന്നു എന്ന കഥ കേൾക്കുന്നത് അത്ഭുതകരമാണ്. പക്ഷേ വിളിക്കുമോ സഭ, പറയുമോ മറുപടി എന്നത് ഇപ്പോഴും BJP ആണ്, മോദിയാണ്, സംശയമാണ്.